മൂന്നാറിൽ കാട്ടാനക്കൂട്ടം സ്കൂൾ കെട്ടിടം തകർത്തു. നയമക്കാട് ഈസ്റ്റിലുള്ള ALP സ്കൂൾ കെട്ടിടമാണ് തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് രാഹുൽ? റിജിത്ത്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. നയമക്കാട് ഈസ്റ്റിലുള്ള ALP സ്കൂളിന്റെ കെട്ടിടമാണ് ഈ കാട്ടാന 3 കാട്ടാനകൾ എത്തി ഒരുമിച്ച് തകർക്കുകയും ചെയ്തത്. ഇതിന്റെ അടുക്കള ഭാഗം, അതായത് ഈ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനും പ്രഭാത ഭക്ഷണത്തിനും വേണ്ടി സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടമാണ് തകർത്തത്. ഈ സാധനങ്ങൾ ഈ കാട്ടാനകൾ ഭക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഗ്യാസ് അടുപ്പ് ഉൾപ്പെടെ ഈ കാട്ടാനകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവധി ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്നും ഇന്നലെയും വലിയ ബുദ്ധിമുട്ട് ആ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ നാളെ സ്കൂള് പ്രവൃത്തി ദിവസമാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഏത് വിധത്തിൽ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും, എവിടെ പാചകം നടത്തുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അത് പരിഹരിക്കാൻ വനംവകുപ്പ് കൂടി ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ 3 കാട്ടാനകൾ ഇപ്പോഴും ഈ സ്കൂളിന്റെ പരിസരത്ത് തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നയമക്കാട് മേഖലയിൽ ഈ 3 കാട്ടാനകൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആ കാട്ടാനകളാണ് ഇപ്പോൾ എന്തായാലും ഈ ഇത്തരത്തിലൊരു അക്രമം നടത്തിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ ഇടപെടൽ അടിയന്തരമായി ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതാണ്. റിജിത്ത്. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മൂന്നാറിൽ കാട്ടാനക്കൂട്ടം സ്കൂൾ കെട്ടിടം തകർത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.